പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഒരു മാസത്തെ കഠിന വ്രതവും അനുഷ്ഠാനങ്ങളും അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഈദിൻ്റെ ആഘോഷത്തിലേക്കും സന്തോഷത്തിലേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ ഇബാദത്തുകൾ, ആരാധനകൾ, അതിലൂടെ നേടിയെടുത്ത ആത്മവിശുദ്ധി, ആ ആത്മശുദ്ധീകരണത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് വേണം നമ്മൾ ഈ പെരുന്നാളിനെ കാണേണ്ടതും. സൃഷ്ടാവായ അള്ളാഹു നമുക്ക് കന്നി നൽകിയ ഒരു ആഘോഷ ദിനമാണ് പെരുന്നാൾ ദിനങ്ങൾ. ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ ബലി പെരുന്നാളും. ചെറിയ പെരുന്നാളിന് ഒരു മാസത്തിൻ്റെ ആ ഒരു സപര്യയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഒരു മാസം മുഴുവനും നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള, പ്രത്യേകിച്ച് വിശ്വാസികൾ ഒരു പ്രത്യേക ലോകത്തായിരുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ചിന്താപരമായിട്ടും പെരുമാറ്റങ്ങളിലൂടെയും ഒക്കെ തന്നെ ഒരു പ്രത്യേകതയിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അതെല്ലാം തന്നെ ആത്മശുദ്ധീകരണത്തിലേക്കാണ് നമ്മെ നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആത്മവിശുദ്ധി നേടിയെടുത്തതിൻ്റെ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരു സുദിനമാണ് ഈദുൽ ഫിത്തർ എന്നുള്ളത്. പക്ഷേ ആ ആഹ്ലാദം ഒരിക്കലും തന്നെ ദൂരത്തിലേക്ക് പോകരുത്, അമിതമാവുകയും ചെയ്യരുത്. അത് സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും വിരുന്നൂട്ടുക, അതാണ് പെരുന്നാൾ നൽകുന്ന സന്ദേശം. സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും ഉള്ള ഒരു വിരുന്ന്. ആ വിരുന്നാണ് പെരുന്നാളിലൂടെ നമുക്ക് എല്ലാവർക്കും കൈമാറേണ്ടത്, നമ്മുടെ സഹോദരങ്ങൾക്ക് കൈമാറേണ്ടത് ആ വിരുന്നാണ്. സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടുള്ള വിരുന്ന് കൈമാറാനുള്ള ഉത്തമമായിട്ടുള്ളൊരു വേളയാണ് ഈദുൽ ഫിത്തറിൻ്റെ വേള. പെരുന്നാൾ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ പിന്നെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ല. ഉള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ സന്തോഷത്തോടെ സുഭിക്ഷതയോടെ പെരുന്നാൾ ആഘോഷിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈദുൽ ഫിത്തർ, ഫിത്തർ സക്കാത്ത്. ഈദുൽ ഫിത്തറിൻ്റെ അത് സൂചിപ്പിക്കുന്നതാണ്, ഫിത്തർ സക്കാത്താണ്. അതൊരു കടമയാണ്. പാവപ്പെട്ടവർക്ക് നമ്മൾ വിഭവങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പെരുന്നാളിലേക്ക് എല്ലാവരെയും നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരണം, എല്ലാവർക്കും സുഭിക്ഷത ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയുള്ള ആണ് ഫിത്തർ സക്കാത്ത് എന്നുള്ള ആ ദാനമുള്ളത്. അത് ഒരു നാട്ടിലെ വിഭവങ്ങളാണ്, ആ നാട്ടിലെ ഭക്ഷണ സാധനമാണ് നമ്മൾ വിതരണം ചെയ്യേണ്ടത്. അതിലൂടെ എല്ലാവർക്കും സുഭിക്ഷത ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ ഈ പെരുന്നാളിൽ പൊതുവെ എല്ലാ പെരുന്നാളുകളും അത് പ്രാർത്ഥനാ ദിനം തന്നെയാണ്. പെരുന്നാളുകളും പ്രാർത്ഥനാ ദിനമായിട്ട് തന്നെയാണ് നമ്മൾ ആചരിക്കുന്നത്. രാജ്യത്തും ലോകത്തുമൊക്കെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളും രാജ്യങ്ങളുമൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആഘോഷങ്ങൾ പോലും പാടില്ല എന്ന് ശഠിക്കുന്ന ചില വിഭാഗങ്ങൾ, ചില സംഭവങ്ങൾ, ആ ആഘോഷ ദിനങ്ങളിൽ പോലും അല്ലെങ്കിൽ പുണ്യദിനങ്ങളിൽ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ആരാധനകൾ പോലും നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യം അത് ഇന്ത്യയിലും ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അത്തരം പ്രദേശങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു മോചനം അവർക്കൊക്കെ വേണം. എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫലസ്തീനിൽ അവിടെ വെടിനിർത്തലുണ്ടായിട്ടും അവിടെ നിരന്തരമായി അവിടെ വേട്ടയാടപ്പെടുന്ന അവിടുത്തെ കുരുന്നുകളും അവിടുത്തെ സാധാരണ ജനങ്ങളും ഇന്നും അവർക്ക് സ്വാതന്ത്ര്യം ഒരു മരീചികയാകുന്നു. നിരന്തരമായ പീഡനം അവർക്ക് ഏൽക്കേണ്ടി വരുന്നു. അപ്പോൾ ആ ഫലസ്തീൻ സമൂഹത്തിൻ്റെ മോചനത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തമ വേളയായിട്ട് ഈ പെരുന്നാളിനെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. മറ്റൊന്നുള്ളത്, ഈ പെരുന്നാളിൽ നമുക്ക് എല്ലാവരും ഓർമ്മിക്കാനുള്ള ഒരു പ്രത്യേക കാര്യം എന്നുള്ളത്, ഈ റമദാനിൽ നമ്മൾ പലപ്പോഴും കൂടിയിരുന്നു. ഇഫ്താർ ചടങ്ങുകളിലൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇഫ്താറൊക്കെ സംഘടിപ്പിക്കുവാൻ സാധിച്ചു. ഇഫ്താർ വിരുന്ന് പങ്കുവെക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഉയർന്നു വന്ന ഒരു ചർച്ച എന്നുള്ളത് ഇപ്പോൾ സമൂഹം ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ്. ലഹരിയുടെയും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം, അതിലൂടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങൾ, അക്രമങ്ങൾ, കാടത്തം നിറഞ്ഞ വൈകാരികത, ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നിപ്പോൾ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടിയുള്ള ചർച്ചകളും അതിനുള്ള ഒരുക്കങ്ങളും അതിനുള്ള തീരുമാനങ്ങളുമൊക്കെ ആയിട്ട് വേണം പെരുന്നാളിൻ്റെ കൂടിയിരുത്തത്തിലും നമ്മളൊക്കെ തന്നെ തയ്യാറാകേണ്ടത്. പെരുന്നാൾ നമുക്ക് കൂടിയിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, കൂടിയിരിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ കാര്യം ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പ്രതിരോധ മാർഗത്തിൻ്റെ ഒരു തുടക്കം കൂടി ഈ പെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുവാൻ നമുക്കൊക്കെ കഴിയണം. അങ്ങനെ നന്മകളുടെ ഒരു തുടക്കമായി
ഈ പെരുന്നാളിനെ മാറ്റുക. എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും ചെറിയ പെരുന്നാളിന് എല്ലാവർക്കും ഞാൻ നേരുന്നു.